നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കോഡ്സോൺ ടിവി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. കോഡ്സോൺ ടിവിയുടെ ജ്യോതിഷാലയം എന്ന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ്. വിശാഖം നക്ഷത്രം 2 രാശികളിലായിട്ടാണ് നിൽക്കുന്നത്. 2 രാശികളിലായിട്ട് നിൽക്കുന്ന ഈ വിശാഖം നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗം 1, 2, 3 പാദങ്ങൾ തുലാം രാശിയിലും 4ാം പാദം വൃശ്ചികം രാശിയിലുമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഈ വിശാഖം നക്ഷത്രം ഇപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് നിൽക്കുക. ഒരു രാശിയായിട്ട് വിശാഖം നക്ഷത്രത്തിന്റെ ഫലം പറഞ്ഞാൽ അത് പൂർണ്ണമാവുകയില്ല. അങ്ങനെയുള്ള അവസരത്തിൽ 2 രാശികളായിട്ട് പറയുന്നു. ഓരോ വ്യക്തികൾക്കും അവരവരുടെ ജാതകമോ ഗ്രഹനിലയോ ഒക്കെ വെച്ച് നോക്കിയാൽ അത് എത്രാം പാദമാണ് എന്ന് മനസ്സിലാക്കും. തലക്കുറിയൊക്കെ എഴുതുന്ന അവസരത്തിൽ അതിന് എത്രാം പാദമാണ് നക്ഷത്രം എന്ന് പ്രത്യേകം എഴുതാറുണ്ട്. 1ാം പാദം, 2ാം പാദം, 3ാം പാദം, 4ാം പാദം എന്നിങ്ങനെയൊക്കെ. അപ്പം വിശാഖം നക്ഷത്രത്തിന്റെ 1, 2, 3 പാദങ്ങൾ തുലാം രാശിയിലാണ് ഉൾപ്പെടുന്നത്. തുലാം രാശിക്കാരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം 4ാമിടത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. 4ൽ വ്യാഴം സഞ്ചരിക്കുന്ന ഇക്കാലം വളരെയധികം ഭാഗ്യാവസ്ഥകളും ദൈവാധീനവും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് 4, 5 ഭാവാധിപത്യം കൊണ്ട് രാജയോഗകാരകനായ ശനിയും ആ വ്യാഴത്തിനോടുകൂടി യോഗം ചെയ്ത് നിൽക്കുന്നു. വ്യാഴത്തിനോടുകൂടി യോഗം ചെയ്ത് നിൽക്കുന്ന ശനി രാജയോഗകാരകനാണെങ്കിലും 4ാം ഭാവം എന്ന് പറയുമ്പോൾ അത് കണ്ടകമാണ്. കണ്ടകം എന്ന് പറഞ്ഞാൽ ആ ജന്മക്കൂറിന്റെ അനുസരിച്ച് ആ ജാതകാൽ ആ വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന മകരം രാശിയിൽ അവിടെ ജന്മക്കൂറിന്റെ കേന്ദ്രമാണ്. ആ കേന്ദ്രസ്ഥാനത്താണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത്. കേന്ദ്രങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന അവസരങ്ങളെയാണ് കണ്ടകശനി അല്ലെങ്കിൽ കണ്ടകങ്ങൾ എന്നൊക്കെ പറയുന്നത്. 2.5 വർഷത്തേനാണ് ആ കണ്ടകശനി അനുഭവിക്കുക. കണ്ടകശനി ഉണ്ടെങ്കിലും അവിടെ വ്യാഴത്തിന്റെ സാന്നിധ്യം കൂടി ഉള്ളതിനാൽ ആത്മീയ രംഗത്ത് കൂടുതൽ ഉയർച്ച വന്നു ചേരുകയും ദൈവാനുഗ്രഹത്തോടുകൂടി ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുകയും ക്ലേശങ്ങളൊക്കെ ഒരു പരിധിവരെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയും അത് ഒരു പോസിറ്റീവാക്കി മാറ്റുന്നതിനും ഒക്കെ സാധിക്കും. പ്രത്യേകിച്ച് ഗുരുക്കന്മാരുടെയും കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരുടെ നിർദ്ദേശപ്രകാരവും ഒക്കെ ഈ വിശാഖ നക്ഷത്രക്കാർക്ക് 1, 2, 3 പാദങ്ങളിൽപ്പെട്ടവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ മേന്മയും ഒക്കെ വന്നു ചേരുന്നതിന് വളരെയധികം ഭാഗ്യാവസ്ഥ ഉള്ള കാലമാണ്. സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും. അതുപോലെ തന്നെ വിദ്യാവിജയവും ഒക്കെ വന്നു ചേരുന്ന കാലം കൂടിയാണ്. എല്ലാ അവസരങ്ങളും വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. അതുപോലെ തന്നെ ആത്മീയ രംഗത്തും വേണ്ട രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുമാണ്. വിശാഖം നക്ഷത്രത്തിന്റെ 4ാം പാദം വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ടവർക്ക് ഇപ്പോൾ വളരെയധികം ക്ലേശങ്ങൾ സൂചകമാണ്. പ്രത്യേകിച്ച് 4ാം ഭാവാധിപൻ കൂടിയായ ശനിയോട് യോഗം ചെയ്ത് അനിഷ്ടത്തിൽ ആ ധനസ്ഥാനത്തിന്റെയും ഭാഗ്യസ്ഥാനത്തിന്റെയും അധിപനായ സർവേശ്വരകാരകനായ വ്യാഴം നീചം ഭവിച്ചു നിൽക്കുന്നു. കൂടാതെ രാഹു കൂടി ദൃഷ്ടി ചെയ്യുന്നതിനാൽ പലവിധത്തിലുള്ള മാനസിക ക്ലേശങ്ങളോ ശാരീരികമായ അസ്വസ്ഥതകളും രോഗാവസ്ഥകളും ദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും തൊഴിൽ നഷ്ടപ്പെടുന്നതിനും വിദ്യാ തടസ്സമുണ്ടാകുന്നതിനും പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടും യാത്രാക്ലേശവും സ്വന്തം നാട് വിട്ട് നിൽക്കേണ്ട അവസ്ഥയും ദീർഘദൂര യാത്രകളും രോഗാദി ദുരിതങ്ങളും ഒക്കെ സൂചകമാണ്. പ്രത്യേകിച്ച് തൊഴിൽപരമായ ചില നഷ്ടങ്ങൾ വന്നു ചേരുകയും തൊഴിൽ പോകുന്നതിനോ വന്നു ചേരുന്ന സാമ്പത്തികം കൊണ്ട് തികയാതെ വരികയോ അങ്ങനെ എന്ത് കൊണ്ട് നോക്കിയാലും
പൊതുവെ ഒരു ക്ലേശം ഉള്ള കാലമായതിനാൽ വിശാഖം 4 പാദക്കാർ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും സുദർശന പൂജകളിലൊക്കെ പങ്കെടുക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം തെളിയിക്കുക, മഹാഗണപതി ഹോമത്തിൽ പങ്കെടുക്കുക, ഗണപതി ഹോമം നടത്തുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ ഐശ്വര്യത്തിന് വഴിതെളിക്കും. കൂടാതെ കൂടെ നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളും പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഒക്കെ വേണ്ടതാണ്. കൂടാതെ ക്ഷമ, വിട്ടുവീഴ്ച മുതലായവ ചെയ്യുകയും അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുന്നതും ഒക്കെ വളരെ ഐശ്വര്യപൂർണമായ കാര്യം ജീവിതമാക്കി മാറ്റുന്നതിന് ക്ലേശ സമയങ്ങൾ പോലും ഐശ്വര്യവും അതുപോലെ തന്നെ സന്തോഷപ്രദവുമാക്കുന്നതിന് ഈശ്വരന്റെ ഭഗവാന്റെ ഒരു അനുഗ്രഹത്തോടുകൂടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.